സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. അങ്ങനെ ധർമ്മന്റെ കല്യാണം നടത്തുന്നത് ബാലനായിരിക്കും. അതുകൊണ്ട് തന്നെ അച്യുതനും അനന്തനും അതത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഏത് വിധേനയും ഈ കല്യാണം മുടക്കണം എന്നായിരിക്കും അച്യുതന്റെയും അനന്തന്റെയും മനസ്സില്. ധർമ്മനാണെങ്കില് തന്റെ ജീവിതത്തില് ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുവാണ്. അതുകൊണ്ട് അമ്മയും ഏട്ടന്മാരും ഏട്ടത്തിമാരും കൂടെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏട്ടന്മാരെ വിളിക്കുന്നുണ്ട്. എന്തായാലും തന്റെ അനിയന്റെ കല്യാണത്തിന് കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാവൂവെന്ന് അച്യുതനും അനന്തനും പറയുന്നു. ഇത് കേട്ടാണെങ്കില് ഒരുപാട് സന്തോഷത്തിലാണ് ധർമ്മം നിൽക്കുന്നത്. അതിനു പുറകില് ഒരു ചതിയുണ്ടെന്ന് അവരാരും കരുതുന്നില്ല. അങ്ങനെ കല്യാണ ദിവസമായിരിക്കും. മണ്ഡപത്തില് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നത് ബാലനും മക്കളും ആയിരിക്കും. പെൺവീട്ടുകാര് മണ്ഡപത്തിലോട്ട് വരുന്നതിന് മുൻപ് തന്നെ എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നത് ഗോമതിയും ബാലനും മക്കളുമാണ്. ഗസ്റ്റുകളെല്ലാം മണ്ഡപത്തിലോട്ട് വരുന്നു. എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് ആര്യനും മിത്രയാണ് ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടില് തന്നെ നിൽക്കുന്നത്. അങ്ങനെ ചെറുക്കൻ മണ്ഡപത്തിലോട്ട് വരുന്നുണ്ടെന്ന് അനു ആകാശിനെ വിളിച്ചു പറയുന്നുണ്ട്. ഏട്ടാ, ചെറുക്കനിതാ മണ്ഡപത്തിലോട്ട് കയറാൻ പോവാ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു. മീനു വന്നേ, മാമൻ വന്നെന്നാ പറയുന്നത്, നമുക്ക് പുറത്തോട്ട് പോവാം. ഒരുപാട് സന്തോഷത്തോടു കൂടി ധർമ്മനും ബാലനും ഗോമതിയും ഒക്കെ ഉള്ളിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ധർമ്മന്റെ അടുത്ത് പറയുന്നുണ്ട്, മാമന്റെ മേക്കപ്പ് കുറച്ച് കുറവാ, ഒന്ന് വന്നാ ഞാനൊന്ന് ടച്ചപ്പ് ചെയ്തു തരാം എന്ന് അനു. ഇത് കേൾക്കുന്ന ആര്യനും ആകാശം പറയുന്നു, വേണ്ട വേണ്ട, നീയല്ലേ ഇപ്പൊ ഒരുക്കി കൊണ്ടുവന്നത്, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ധർമ്മനെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് ഗോമതിയെയും മീനുവിനെയും ദേവിയെയും മിത്രയെയും ആയിരിക്കും. ഗോമതി ആകെ ടെൻഷനിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. അല്ല, പെൺവീട്ടുകാർ വന്നില്ലല്ലോ, അവരല്ല ആദ്യം ഇങ്ങോട്ട് വരേണ്ടത്, എന്നിട്ട് എന്താ അമ്മേ അവരെ കാണാത്തത്? അറിയില്ല ദേവി, ഞാനും അത് തന്നെ ആലോചിച്ച് നിൽക്കുന്നേ. ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണതല്ലേ, അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും കാണുമ്പോഴേ എനിക്ക് പേടിയാ. ഇനി അവരിങ്ങോട്ട് വരാതിരിക്കോ? അമ്മ എന്തായാലും അച്ഛനോടൊന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി പറ. അങ്ങനെ ഗോമതി ബാലന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ബാലേട്ടാ, എന്താ ഗോമതി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ബാലേട്ടന് ഒരു കാര്യം ചെയ്യ, പെൺവീട്ടുകാരെ ഒന്ന് വിളിച്ചു നോക്ക്. പെൺകുട്ടിയുടെ അച്ഛനൊന്ന് വിളിക്ക്, അവരെവിടെ എത്തിയെന്ന് ചോദിക്ക്. എന്റെ പൊന്നു ഗോമതി, അവരിങ്ങ് വന്നോളും. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇനി നിന്റെ ഏട്ടന്മാരെങ്ങാനും കല്യാണം മുടക്കും എന്ന് കരുതിയിട്ടാണോ? അക്കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. പെണ്ണിന്റെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാ. നിന്റെ ഏട്ടന്മാര് ഈ കല്യാണം മുടക്കാനായിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് അങ്ങോട്ട് വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അല്ല ബാലേട്ടാ, എന്റെ ഒരു സമാധാനത്തിന് ബാലേട്ടൻ ഒന്ന് വിളിച്ചു നോക്ക്. ഗോമതി, നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ, നീ ടെൻഷൻ അടിക്കാതിരിക്ക്. ബാലേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്കൊരു സമാധാനമില്ല. ബാലേട്ടൻ വിളിക്കണ്ട. ദേ ആനന്ദേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ അമ്മേ, എന്താ കാര്യം? അല്ല, നിന്റെ കയ്യില് പെണ്ണിന്റെ അച്ഛന്റെ നമ്പർ ഇല്ലേ? നീ ഒന്ന് വിളിക്ക്. അതെന്താ അമ്മേ? എടാ, എനിക്കെന്തോ പേടിയാടാ, നീ ഒന്ന് വിളിച്ചു നോക്ക്. അവരെവിടെ എത്തിയെന്ന് ചോദിക്ക്. ഹലോ, നിങ്ങൾ എവിടെ എത്തി? ഞാൻ കല്യാണ ചെറുക്കന്റെ മരുമകനാ. നിങ്ങള് മണ്ഡപത്തിലോട്ട് എത്തിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. മുഹൂർത്തം ആവാറായി, അതുകൊണ്ടാ. അത് ഞങ്ങളിതാ വന്നോണ്ടിരിക്കുക, ഒരു 5 മിനിറ്റ്, അതിനുള്ളില് ഞങ്ങൾ എത്തും എന്ന് മറുപടി തരുന്നു. അമ്മ ടെൻഷൻ അടിക്കണ്ട, 5 മിനിറ്റിനുള്ളില് അവരിവിടെ എത്തുമെന്നാ പറയുന്നത്. ഇപ്പൊ നിനക്ക് സമാധാനായോ ഗോമതി? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പോഴാ എനിക്ക് കുറച്ചെങ്കിലും സമാധാനായത്. അങ്ങനെ പെൺവീട്ടുകാരെത്തുന്നുണ്ട്. അവരെത്തിക്കഴിയുമ്പോ സ്വീകരിക്കാനായിട്ട് ബാലനും ഗോമതിയും മക്കളെല്ലാം ചെല്ലുന്നു. എന്നാ പെൺവീട്ടുകാരുടെ മുഖത്ത് അത്രയങ്ങ് സന്തോഷമൊന്നും കാണില്ല. ബാലനും ഗോമതിയും സന്തോഷത്തോടു കൂടി വിളിച്ച് ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട്. കല്യാണ പെണ്ണിനെ ഗോമതി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മോൾക്ക് അവിടെ ഉള്ളില് തന്നെ റൂമുണ്ട്. മോളെ ദേവി, നീ എന്തായാലും ഇവൾ ആ റൂമിൽ കൊണ്ടുപോയി ഇരുത്ത്. ബാലൻ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പെട്ടെന്നുള്ള കല്യാണമായിരുന്നില്ലേ, അതുകൊണ്ടാ ഇങ്ങനെ ചെറിയൊരു ഹാളൊക്കെ എടുത്തത്. മുന്നേ അറിയുവാണെങ്കിൽ നമുക്ക് വലിയൊരു ഹാളില് നല്ല വലിയൊരു ഫംഗ്ഷനായിട്ട് തന്നെ കല്യാണം നടത്തായിരുന്നു. ഇതിനൊന്നും മറുപടി അച്ഛനോ അമ്മയോ കൂടെയുള്ള ബന്ധുക്കളോ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. നമ്മുടെ ബന്ധുക്കൾ അവിടെ ഇല്ലേ, നമുക്ക് അങ്ങോട്ട് പോവായെന്നും പറഞ്ഞ് ബാലന് മറുപടി കൊടുക്കാതെ അവര് പോകുന്നുണ്ട്. ബാലൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിനൊന്നും അവരൊരു തരത്തിലും മറുപടി തന്നില്ലല്ലോ. രാമേട്ടൻ പറയുന്നുണ്ട്, ബാല, അത് പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയോ? അവർക്ക്
ഒരുപാട് സങ്കടം ഉണ്ടായിരിക്കും തന്റെ പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നതോർത്ത്. അത്രയ്ക്കത്ര ടെൻഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാ അവരങ്ങനെ പെരുമാറിയെന്നാ എനിക്ക് തോന്നുന്നേ. അത് ശരിയാ രാമേട്ടാ. അനൂജയുടെ കല്യാണത്തിന് ഞാനും ഗോമതിയും എത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. അങ്ങനെ ധർമ്മനെ മണ്ഡപത്തിൽ കൊണ്ടിരുത്തുന്നുണ്ട്. പൂജാരി മുഹൂർത്തത്തിന് സമയമായെന്നും പറയുന്നു. ആകാശ് ധർമ്മനോട് ചോദിക്കുന്നുണ്ട്, എന്താ മാമന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തെ? എന്തു പറ്റി? അത് അമ്മയും അതുപോലെ ഏട്ടത്തിമാരും വരാന്ന് പറഞ്ഞിട്ട് അവരെ കണ്ടില്ലല്ലോ. ഏട്ടന്മാരും വന്നില്ല. അവരൊക്കെ വരാന്നാ പറഞ്ഞത്. അവര് വന്നോളും. മാമൻ ടെൻഷൻ അടിക്കാതിരിക്ക്. അപ്പൊ തന്നെ അമ്മയും ഏട്ടത്തിമാരും മണ്ഡപത്തിലോട്ട് കയറി വരുന്നു. കാണുന്നതും ഗോമതിക്കും ബാലനും അതുപോലെ ധർമ്മനും മിത്രയ്ക്കൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട്. മിത്രയും ഗോമതിയും ഓടിച്ചെല്ലുന്നുണ്ട്. എന്നിട്ട് അമ്മയൊക്കെ വിളിച്ച് സംസാരിക്കുക. എന്നാ നന്ദിത ഒരു തരത്തിലും മൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. മുത്തശ്ശിയോട് മിത്ര സംസാരിക്കുന്നുണ്ട്. ഗോമതിയാണെങ്കില് പെൺവീട്ടുകാർക്ക് അമ്മയെയും ഏട്ടത്തിമാരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അമ്മേ, ഏട്ടന്മാരെവിടെ? ഏട്ടന്മാരെ കണ്ടില്ലല്ലോ. ധർമ്മം പറഞ്ഞിരുന്നു ഏട്ടന്മാര് വരുമെന്ന്. അവര് വന്നോളും. ഞങ്ങളോട് മുന്നേ പോന്നോളാനാ പറഞ്ഞത്. അവര് പുറകെ വരാന്ന്. പൂജാരി അങ്ങനെ ചെറുക്കന്റെ അച്ഛനെയും അമ്മയെയും വിളിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ബാലൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ സ്റ്റേജിലോട്ട് കയറ്. അവിടെ പോയി അമ്മ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇത് കേൾക്കുന്ന അമ്മ പറയുന്നു, അല്ല ബാല, ഇത്രയും നാൾ എന്റെ മോനെ നോക്കി വളർത്തിയത് നീയും ഗോമതിയും ചേർന്നാ. അതുകൊണ്ട് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിങ്ങൾ രണ്ടുപേരും നിൽക്കേണ്ടത്. നിങ്ങൾ സ്റ്റേജിലോട്ട് കയറ്. അമ്മയും വാ. അമ്മ അവിടെ കയറി നിൽക്ക്. അങ്ങനെ ഏട്ടത്തിമാരെയും അമ്മയെയും ഒക്കെ സ്റ്റേജിലോട്ട് കയറ്റുന്നു. തിരുമേനി, ഞാൻ എൻ്റെ അമ്മയുടെ കാലിൽ വീണ് ഒരു അനുഗ്രഹം മേടിച്ചോട്ടെ? അയ്യോ, ഇരുന്ന സ്ഥിതിക്ക് ഇനി എഴുന്നേക്കാൻ പാടില്ല. എന്നാ ഞാൻ ഇരുന്ന് തന്നെ എൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചോളാം. വേണ്ടടാ, അമ്മ ഇങ്ങ് വന്നേ. അങ്ങനെ അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് ധർമ്മൻ. അതിനുശേഷം ഏട്ടത്തിമാരോടും പറയുന്നു. ഏട്ടത്തിമാരും അനുഗ്രഹിക്കുന്നുണ്ട്. എന്നാ പെൺകുട്ടി തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. അമ്മ പറയുന്നുണ്ട്, നീ ഒരുപാട് നാള് ഇതുപോലെ ഭാര്യയുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്ക്. ഒരുപാട് മക്കളൊക്കെ ആയിട്ടെന്ന്. ഈ കുട്ടി ധർമ്മന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പെണ്ണിന്റെ അച്ഛനെയും അമ്മയെയും ആയിരിക്കും. അമ്മ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാ മതിയായിരുന്നില്ലേ? വെറുതെ എന്റെ മോളുടെ ഭാവി നശിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എടി, നീ എന്താ പറയുന്നേ? നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തതാ. എനിക്ക് വാക്ക് തെറ്റിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ മോളുടെ ഭാവിയൊന്നും ഒരു വിലയില്ല എന്നൊക്കെ പെൺകുട്ടിയുടെ അമ്മ ഇങ്ങനെ ചൂടായി സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഗോമതിയുടെ അമ്മയും ഗോമതിയും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. എന്താ, അവര് പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഇനി വല്ല പ്രശ്നം ഉണ്ടായിരിക്കോ? എന്ത് പ്രശ്നം അമ്മേ? ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ താലിയെടുത്ത് കൊടുക്കാൻ നേരത്തായിരിക്കും പെണ്ണിന്റെ അച്ഛൻ പറയുന്നത്, വേണ്ട, എന്റെ മോളെ താലി കെട്ടണ്ട. ഇത് കേൾക്കുന്നതും ബാലനൊന്നും ഞെട്ടുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഈ കല്യാണം നടക്കില്ല. ഈ കല്യാണത്തിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് കേൾക്കുന്നതും പെൺകുട്ടി എഴുന്നേറ്റ് അച്ഛന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ ആലോചിച്ച് തന്നെയാണോ ഇതൊക്കെ പറയുന്നേ? അതെ, ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതമല്ല. എന്റെ മോളുടെ ജീവിതം വെച്ച് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? കല്യാണ പന്തൽ വരെ എത്തിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ എന്താ കാര്യം? അതൊന്നും ഇപ്പൊ ഇവിടെ എല്ലാവരെയും മുൻപിൽ വെച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ. ധർമ്മൻ എന്റെ കടയില് ജോലി ചെയ്യുവാണ് എന്ന് കരുതി അവൻ എന്റെ ഒരു വേലക്കാരനൊന്നും അല്ല. എന്റെ മക്കളെ പോലെ തന്നെയാ ഞാൻ ധർമ്മനെയും കാണുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് പറഞ്ഞോ? എന്നാ പറയാത്ത വല്ലതും ഉണ്ടോ? ഇത് കേൾക്കുന്ന ബാലനൊന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാൻ എല്ലാം നിങ്ങളെടുത്ത് പറഞ്ഞതാ. ഇവളുടെ ഏട്ടന്മാരെ കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞതല്ലേ. ഇതൊക്കെ കേട്ട് ധർമ്മനാകെ ഷോക്കിലായിരിക്കും. അതുമാത്രമല്ല, ഗോമതി പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എല്ലാ കാര്യങ്ങളും മുന്നേ പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നേ? എന്റെ മോളുടെ ആദ്യത്തെ കല്യാണ, അതുകൊണ്ട് ഞങ്ങൾക്കിതില് ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. അതിന് എന്റെ അനിയന്റെ ഈ ആദ്യത്തെ കല്യാണ. ധർമ്മനും ആദ്യമായിട്ടാ കല്യാണം കഴിക്കുന്നത്. അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത് പറയാനേ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാത്രം. എന്തിനമ്മേ അമ്മ ഇങ്ങനെ താഴ്ന്നു കൂടുന്ന് സംസാരിക്കുന്നത്? എന്താ കാരണമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പോലീസിൽ വിവരം അറിയിക്കാം എന്ന് മീനു പറയുന്നുണ്ട്. നിങ്ങൾ ആരെ വിളിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. എന്തായാലും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല.
എന്നും പറഞ്ഞ് മോളുടെ കൈയും പിടിച്ച് അച്ഛനും അമ്മയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാ എന്താ കാര്യം എന്നറിയാതെ ധർമ്മൻ ആകെ ഷോക്കിലായിരിക്കും. രണ്ടാമത്തെ തവണയാണ് ധർമ്മന്റെ കല്യാണം മുടങ്ങുന്നത്. അതുകൊണ്ട് സഹിക്കാനാവാത്ത വേദനയിലാണ് ധർമ്മൻ നിൽക്കുന്നത്. എന്നാ ഇതിനിടയിൽ നടന്നിരിക്കുന്നത് അച്യുതന്റെയും അനന്തന്റെയും കളിയായിരിക്കും. അതിനിടയിൽ കാണിക്കുന്നുണ്ട്. അച്യുതനും അനന്തനും പെൺവീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. ബാല മുന്നേ പറഞ്ഞിരുന്നു കല്യാണം മുടക്കാനായിട്ട് ഇവന്റെ ഏട്ടന്മാര് ഇങ്ങോട്ട് വരുമെന്ന്. അതുകൊണ്ട് അവർക്കത് വലിയ വിഷയമായിരിക്കില്ല. ഞാൻ അച്യുതൻ, ഇതെന്റെ ഏട്ടനാ. ധർമ്മന്റെ ഏട്ടന്മാരാ ഞങ്ങള് കുറച്ച് കാര്യങ്ങള് നിങ്ങളോട് പറയാനാ വന്നത്. നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ചിട്ടാണോ ഈ കല്യാണത്തിന് സമ്മതം മൂളിയത്? ഇത് കേൾക്കുന്ന പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾ നല്ലപോലെ അന്വേഷിച്ചിട്ടാ. കടയിൽ പോയി അന്വേഷിച്ചപ്പോ എല്ലാവരും പറയുന്നത് അവരുടെ മക്കളെ പോലെ തന്നെയാ ധർമ്മനെ കാണുന്നതെന്നാ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇനി ഞങ്ങൾക്ക് അന്വേഷിക്കാനില്ല. അതല്ല ഞാൻ പറഞ്ഞു വരുന്നേ. വേണ്ട, എല്ലാം ബാലൻ ഞങ്ങളെടുത്ത് പറഞ്ഞിരുന്നു കല്യാണം മുടക്കാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന്. എന്നാ അനിയനോട് ഇത്രയൊക്കെ ക്രൂരത ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്നാ നിങ്ങൾ വന്നപ്പോ എനിക്ക് മനസ്സിലായി, നിങ്ങളൊക്കെ ഒരു ഏട്ടന്മാരാണോ? അനിയന്റെ കല്യാണം മുൻപന്തിയിൽ നിന്ന് നടത്തി കൊടുക്കേണ്ടത് നിങ്ങളാ. എന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എനിക്കെന്തോ നിങ്ങളോട് വെറുപ്പാ തോന്നുന്നേ. അയ്യോ, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങളുടെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്ത് ഭാവിയാണെങ്കിലും ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. അല്ല, ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ. ഞങ്ങളൊരു കാര്യം പറയട്ടെ. എന്റെ അനിയന് നല്ലൊരു ഭാവി ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം തന്നെയാ. എന്ന് കരുതിയിട്ട് നിങ്ങളുടെ മോളുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനൊരു ചതി ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നല്ല പഠിച്ച പെൺകുട്ടിയാ, കാണാനും നല്ല ഭംഗിയുണ്ട്. ആ കുട്ടിയോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. നിങ്ങൾ സത്യത്തിൽ എന്താ പറഞ്ഞു വരുന്നേ? അത് പിന്നെ എല്ലാ കാര്യങ്ങളും ബാലൻ നിങ്ങളെടുത്ത് പറഞ്ഞോ? എല്ലാ കാര്യങ്ങളും ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. എന്ത് കാര്യം? ഇവരെല്ലാവരും ഇവിടെ നിൽക്കുമ്പോ ഞാൻ എങ്ങനെയാ അത് പറയാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്തായാലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നതാ നല്ലത്. അവന് ഒരു പ്രശ്നമുണ്ട്. അവന് നല്ല രീതിക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു പേരക്കുട്ടി ഉണ്ടാവില്ല. ഇത് കേൾക്കുന്ന അച്ഛനും അമ്മയും ആകെയൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നാ അച്യുതൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മോളുടെ ഭാവി ഉദ്ദേശിച്ചിട്ടാ ഇക്കാര്യം പറയുന്നത്. ഈ കുട്ടിയോട് ഇങ്ങനൊരു ചതി ചെയ്യാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ ഞാനിപ്പോ വന്നിത് പറഞ്ഞത്. ഞങ്ങൾ അവന് കല്യാണം ആലോചിക്കുന്നുള്ളതൊക്കെ ശരിയാ എന്ന് കരുതി നിങ്ങളെപ്പോലൊരു ബന്ധമല്ല അവന് ഞങ്ങൾ ആലോചിച്ചത്. അത്രയും പാവം പിടിച്ച വീട്ടിന്ന് ഒരു പെൺകുട്ടി, അതും അല്ലെങ്കിൽ രണ്ടാം കെട്ടാ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ബാലൻ നിങ്ങളെ ഇങ്ങനൊരു ചതിയിൽ പെടുത്തുവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതുകൊണ്ടാ പിന്നെ ഞാൻ നിങ്ങളടുത്ത് നേരിട്ട് തന്നെ വന്ന് ഇക്കാര്യം പറയാമെന്ന് കരുതിയത്. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെങ്കിൽ ഈ കുട്ടിയെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അച്യുതനും അനന്തനും അവിടെ നിന്ന് ഇറങ്ങുന്നു. ഏതൊരു അച്ഛനോടും അമ്മയോടും ഇങ്ങനൊരു കാര്യം പറയുമ്പോ ഇനിയിപ്പത് രണ്ടാം കെട്ടാണെങ്കിൽ കൂടെ ആരും അതിന് സമ്മതിക്കാൻ പോകുന്നില്ല. അങ്ങനെ കല്യാണത്തിന് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. എന്നാലും കല്യാണ മണ്ഡപത്തിലോട്ട് പെണ്ണിനെയും കൂട്ടി വന്നത് അച്ഛൻ ബാലന് കൊടുത്ത ആ ഒരു വാക്കിനെ തുടർന്നായിരിക്കും. അവിടെ എത്തുന്നതും അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാരണമാണ് മോളെ വിളിച്ചിറക്കി കൊണ്ടുപോയത്. ആകെക്കൂടെ ധർമ്മസങ്കടത്തിലാണ് ബാലനും ഗോമതിയും നിൽക്കുന്നത്. ഇതൊന്നും ആരും അറിയുന്നുണ്ടായിരിക്കില്ല. ധർമ്മൻ ബാലന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാളിയാ എന്നെ കൊണ്ട് ഇങ്ങനൊരു വേഷം കെട്ടിച്ചേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് കല്യാണം ഒന്നും വേണ്ട എന്ന്. അപ്പോ വീണ്ടും കല്യാണമൊക്കെ ആലോചിച്ച് ഇതുവരെ എത്തിച്ചത് അളിയനും ചേച്ചിയും കൂടിയിട്ടാ. ധർമ്മ, നീ സങ്കടപ്പെടല്ലേ. നിന്നെ എങ്ങനെയാ സമാധാനിപ്പിക്കണ്ടേന്ന് എനിക്കറിയില്ല. നീ വിഷമിക്കാതിരിക്ക് എന്നൊക്കെ ധർമ്മം പറയുന്നു. അമ്മയ്ക്കും ഗോമതിക്കും ഒത്തിരി സങ്കടാവുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴായിരിക്കും അച്യുതനും അനന്തനും അലോഹും അങ്ങോട്ട് വരുന്നത്. ഒന്നും അറിയാത്ത പച്ച പാവങ്ങളെ പോലെയാണ് 3 പേരും അങ്ങോട്ട് വരുന്നത്. എന്താ ധർമ്മ, നീ എന്തിനാ കരയുന്നേ? എല്ലാവർക്കും എന്താ പറ്റിയേ? കല്യാണം കഴിഞ്ഞോ? എവിടെ പെണ്ണെവിടെ? കാണുന്നില്ലല്ലോ. എന്തു പറ്റിയടാ? നീയല്ലേ നിന്റെ കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിച്ചത്. ഇപ്പൊ ഞങ്ങള് വന്നപ്പോ നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുന്നേ? പറയടാ, എന്താ കാര്യം? ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ വെറുതെ നാടകം കളിക്കണ്ട എന്ന് നന്ദിത പറയുന്നുണ്ട്. എന്താടി, എന്താ പ്രശ്നം? ഒന്നും മനസ്സിലാവുന്നില്ല. അതല്ലേ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നേ. കല്യാണം മുടങ്ങി. കല്യാണ പെണ്ണിനെ കൂട്ടി പെണ്ണിന്റെ അച്ഛനും അമ്മയും ഇവിടെ നിന്ന് പോയി.
എന്ന് കൂട്ടത്തിലൊരാൾ പറയുന്നു. അയ്യോ, എന്താ ധർമ്മ, എന്താ പറ്റിയേ? എന്താ പെൺകുട്ടിയുടെ വീട്ടുകാര് അവളെ കൂട്ടി പോയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ പറയുന്നുണ്ട്. അറിയില്ല, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എന്റെ മോന്റെ തലവിധി, അല്ലാതെ എന്തു പറയാനാ? അമ്മേ, മോന്റെ തലവിധി എന്ന് പറയണ്ട. ഒരുത്തിയുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവള്, അവളുടെ ഭർത്താവ്, അയാൾ ഒറ്റ കാരണം കൊണ്ടാ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത്. ബാലനെ കുറിച്ച് പറയാ. ഇത് കേൾക്കുന്നതും മക്കൾക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ കുറിച്ച് പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യത്തില് ബാലൻ പറയുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കല്ലടാ, മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. എന്തായാലും എന്റെ അനിയന്റെ കല്യാണം മുൻപിൽ നിന്ന് നടത്താനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് കരുതി നിന്റെ കല്യാണം നടത്താതിരിക്കില്ല. ഇപ്പൊ തന്നെ ഈ മണ്ഡപത്തിൽ വെച്ച് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. നീ എന്തായാലും മണ്ഡപത്തിലോട്ട് കയറിയിരിക്കുക. ധർമ്മനോട് പറയുമ്പോ ധർമ്മം പറയുന്നുണ്ട്, വേണ്ടേട്ടാ, എനിക്കിനി കല്യാണമൊന്നും വേണ്ട. നിങ്ങളായിട്ട് ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ട. നിങ്ങളിപ്പോ ഈ ഒരു കാര്യം ചെയ്യുന്നത് പോലും എന്റെ അളിയനെ തരം താഴ്ത്താനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കിനി ഒരു കല്യാണം വേണ്ട. നിങ്ങളായിട്ട് എന്റെ സമാധാനം കളയല്ലേ, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് എന്ന് ധർമ്മം പറയുന്നു. എന്നാ അമ്മ പറയുന്നുണ്ട് ധർമ്മന്റെ അടുത്ത്, മോനെ ധർമ്മ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്റെ ഏട്ടന്മാര് പറയുന്ന പോലെ നീ മണ്ഡപത്തിൽ കയറിയിരിക്ക്. അവരെന്തെങ്കിലും മാർഗം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. എന്റെ കണ്ണടയുന്നതിന് മുൻപേ നിന്റെ കല്യാണം കാണണടാ. അത് കാണാതെ കണ്ണടഞ്ഞാല് എന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ലടാ. നീ എന്തായാലും മണ്ഡപത്തിലോട്ട് കയറിയിരിക്ക്. അമ്മയുടെ വാക്കും പിന്നെ ബാലൻ പറയുന്നുണ്ട്. നീ പോയി കയറിയിരിക്കാൻ പറയുമ്പോ ധർമ്മൻ അത് കേൾക്കുന്നുണ്ട്. ധർമ്മൻ വീണ്ടും മണ്ഡപത്തില് കയറിയിരിക്കുന്നു. അച്യുതനും അനന്തനും അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ചു നേരത്തിന് അവരെ കാണുന്നുണ്ടായിരിക്കില്ല. ഒരു 10-20 മിനിറ്റിന് ശേഷം അവരുള്ളിലോട്ട് കയറി വരുന്നു. അവരെ ബാക്കിലായിട്ട് അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയും ഉണ്ടായിരിക്കും. 3 പേരും മറച്ചു നിർത്തിയിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്. പെട്ടെന്ന് അച്യുതനും അനന്തനും അലഹും മാറി നിൽക്കുന്നുണ്ട്. കല്യാണ പെണ്ണിനെ പോലെ അണിയിച്ചൊരുക്കി ഒരു പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും കാണിക്കുന്നു. എന്നാ ഇത് കാണുന്ന രാജശ്രീ പറയുന്നുണ്ട്, രാജശ്രീ, ഇത് സുകന്യല്ലേ, നിന്റെ അമ്മയുടെ അനിയത്തിയുടെ മോള്? അതെ അതെ ഏട്ടത്തി, ഇത് സുകന്യ തന്നെയാ. ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ? മിത്രയും പറയുന്നുണ്ട്, ഇത് ചെറുമയുടെ കുടുംബത്തിലുള്ള പെൺകുട്ടിയാണല്ലോ എന്ന്. അങ്ങനെ എല്ലാവരും സുകന്യയെയും വീട്ടുകാരെയും നോക്കുന്നു. അങ്ങനെ ബാലനോടും ഗോമതിയോടും അതുപോലെ അമ്മയോടുമായിട്ട് അച്യുതനും അനന്തനും പറയുന്നുണ്ട്, ഇത് രാജശ്രീയുടെ അമ്മയുടെ അനിയത്തിയുടെ മോളാ, ചെറിയമ്മയുടെ മോള്. ഇവള് കല്യാണം കഴിഞ്ഞ് 1 മാസമേ ചെറുക്കന്റെ വീട്ടിൽ നിന്നുള്ളൂ. അയാളുടെ ഉപദ്രവം സഹിക്കാനാവാതെ ഇപ്പൊ ഡിവോഴ്സായി 8 വർഷമായി. എന്തായാലും ധർമ്മന് പറ്റിയ പെൺകുട്ടിയാ. എടേ ധർമ്മ, നീ നോക്ക്, നിനക്ക് ഈ പെൺകുട്ടിയെ അറിയില്ലേ എന്നിങ്ങനെ ധർമ്മനോട് ചോദിക്കുമ്പോ അറിയാ എന്ന് പറയുന്നു. നല്ല പെൺകുട്ടിയാമ്മേ, ഇവൾക്കൊരു ജീവിതം കൊടുക്കുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് പറയുന്നു. രാജശ്രീ ഇളയമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചേ? ഞങ്ങളെടുത്ത് നിന്റെ ഭർത്താവും ഭർത്താവിന്റെ ഏട്ടനും വന്ന് സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾക്കും താല്പര്യം തോന്നി. അതുമാത്രമല്ല, എത്ര നാളെന്ന് കരുതിയിട്ടാ എന്റെ മോളിങ്ങനെ വീട്ടിൽ നിൽക്കുക. ഇത് നല്ലൊരു ബന്ധമാണെന്ന് കരുതിയിട്ടാ ഞങ്ങൾ ഇതിനെ സമ്മതിച്ചത്. ധർമ്മനെ കുറിച്ച് നല്ല രീതിക്കാ സംസാരിച്ചത്. നല്ലൊരു ബന്ധാണെന്ന് തോന്നിയതുകൊണ്ടാ ഞങ്ങൾ ഇതിനെ സമ്മതിച്ചത്. അങ്ങനെ അമ്മയോട് സമ്മതം ചോദിക്കുന്നു. അമ്മ നേരെ ചോദിക്കുന്നത് ബാലനോടായിരിക്കും. എന്തിനാ അമ്മേ അവനോട് ചോദിക്കുന്നേ? അവനാണോ നമ്മുടെ അനിയന്റെ കാര്യത്തില് തീരുമാനം എടുക്കുന്നത്? അമ്മ പറ, അമ്മയ്ക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. ഇനി ധർമ്മന്റെ കാര്യം, ധർമ്മനെ കണ്ടാൽ അറിയില്ലേ അവന് സമ്മതമാണെന്ന്. അവനൊരു കുഴപ്പമില്ല. അങ്ങനെ മണ്ഡപത്തിലോട്ട് പെൺകുട്ടിയെ കയറ്റി ഇരുത്തുന്നുണ്ട്. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അച്യുതനും അനന്തനും അതുപോലെ നന്ദിതയും രാജശ്രീയും ആയിരിക്കും സ്റ്റേജിലുണ്ടായിരിക്കുക. അമ്മ കൂടെ ഉണ്ടായിരിക്കും. എന്നാ ബാലനെ എങ്ങനെ കൈകൊണ്ട് വിളിക്കുന്നുണ്ട് ധർമ്മൻ. ധർമ്മന് ഒത്തിരി സങ്കടാവുന്നുണ്ട്. അത്രയും ആഗ്രഹിച്ച് അളിയനും ചേച്ചിയും മക്കളും ചേർന്ന് കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ട് സ്റ്റേജ് പോലും ആരുമില്ലാത്തത് വലിയ സങ്കടമായിരിക്കും. ധർമ്മം വിളിക്കുന്നത് കാണുമ്പോ ബാലനും ഗോമതിയൊക്കെ സ്റ്റേജിലോട്ട് കയറാൻ നിൽക്കുക. അച്യുതൻ അനന്തനോട് പറയുന്നുണ്ട്, ഏട്ടാ, അവനിങ്ങോട്ട് കയറുന്നുണ്ടെന്നാ തോന്നുന്നത്. നീ മിണ്ടാതിരിക്ക്. അങ്ങനെ ഉള്ളിലോട്ട് കയറാൻ നേരത്ത് കൈകൊണ്ട് വരണ്ട എന്ന് കാണിക്കുന്നുണ്ട്. നാണം കെട്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഗോമതിയോട് പറയുന്നുണ്ട്, നീ സങ്കടപ്പെടാതിരിക്ക്. ധർമ്മന്റെ കല്യാണം കാണുകയെന്നല്ലേ നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് നീ ഇപ്പോ കരയാനൊന്നും നിൽക്കല്ലേ. അച്ഛാ, നമ്മൾ എന്തിനെവിടെ നിൽക്കുന്നേ? ഇത്രയും നാണം കെട്ടിട്ട് അച്ഛൻ വന്നേ, നമുക്ക് വീട്ടിലോട്ട് പോവാം. വേണ്ടടാ, നീയൊന്നും മിണ്ടാ നിൽക്ക്.
ധർമ്മന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തി കാണണമെന്നാ എന്റെയും ഗോമതിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം. അത് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ താലി കെട്ടുന്നുണ്ട്. ആ സമയത്ത് ഒത്തിരി സങ്കടത്തിലാണ് ഗോമതി നിൽക്കുന്നത്. താലി കെട്ടല് കഴിയുമ്പോ ബാലൻ പറയുന്നുണ്ട്, ഗോമതി, നമ്മള് ധർമ്മന് വേണ്ടിയിട്ടൊരു മാല വാങ്ങിയിട്ടില്ലേ, അത് നമുക്ക് അവന് ഇട്ട് കൊടുക്കാം. അത് വേണോ ബാലേട്ടാ? ഇനി അതിനും പ്രശ്നം ഉണ്ടാക്കോ? എന്ത് പ്രശ്നം? അത് അവന് ഇട്ട് കൊടുക്കാം. അല്ല മക്കളെ, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞങ്ങൾ രണ്ടുപേരും മാത്രം കയറി അവന് ഈ മാല ഇട്ട് കൊടുക്കാം എന്നും പറഞ്ഞ് ബാലനും ഗോമതിയും സ്റ്റേജിലോട്ട് കയറുന്നു. മാലയെടുത്ത് ഗോമതി കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്നതും അച്യുതനൊന്നും അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. എല്ലാവരും നിൽക്കുന്ന ഫോട്ടോ എടുക്കാണ്. ഇത് കാണുന്ന അച്യുതൻ ക്യാമറാമാനോട് പറയുന്നുണ്ട്, ബന്ധുക്കളുടെ ഫോട്ടോ ആണ് എടുക്കേണ്ടത്, വലിഞ്ഞു കയറി വന്നവരുടെ ഫോട്ടോ അല്ല. വാ ഗോമതി, നമുക്ക് ഇറങ്ങാം. അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ധർമ്മനാണെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നീ എങ്ങോട്ടാടാ പോകുന്നേ? എനിക്ക് അളിയന്റെ അനുഗ്രഹം മേടിക്കണം. മോളെ സുകന്യെ, നീയും പോയി വാങ്ങിക്ക് എന്ന് നന്ദിത പറയുന്നുണ്ട്. അങ്ങനെ സുഖനിയും ധർമ്മനും ബാലന്റെയും ഗോമതിയുടെയും അനുഗ്രഹം വേടിക്കുന്നുണ്ട്. ധർമ്മനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗോമതി പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇറങ്ങാം എന്ന് പറയുന്ന നേരത്താണ് ആകാശ് പറയുന്നത്, ദേ അനു, ഒരു ഫോട്ടോ എടുക്ക്, നമ്മുടെ എല്ലാവരുടെയും കൂടെ. അങ്ങനെ ഫോട്ടോയും എടുത്ത് ബാലനും ഗോമതിയും മക്കളും അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. എന്നാ അച്യുതൻ പറയുന്നുണ്ട്, അല്ല എന്റെ കല്യാണ സദ്യ കൂടെ കഴിച്ചിട്ട് നിങ്ങൾ പോയാ മതി. എന്താ പറഞ്ഞത്? വേണമെങ്കിൽ അനിയന്റെ കല്യാണത്തിന് വന്ന് ഉണ്ടിട്ട് പൊക്കോളാനല്ലേ? അതുപോലെ ഫാമിലി ആയിട്ട് അങ്ങ് ഇരുന്നുണ്ടിട്ട് അങ്ങ് പോയാ മതിയെന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ കരുതി ബാലൻ മക്കളെ കൂട്ടി അവിടെ നിന്ന് വേഗം പോകുന്നു. കരഞ്ഞുകൊണ്ട് വീടിന് ഫ്രണ്ടില് നിൽക്കുന്നുണ്ടായിരിക്കും ഗോമതി. ഗോമതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും. ബാലൻ പറയുന്നുണ്ട്, എന്തുകൊണ്ടായി കല്യാണം മുടങ്ങിയെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. അതറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരിക്കില്ല. എന്ത് കാരണം പറഞ്ഞാ ഈ കല്യാണം വേണ്ട എന്ന് അവര് വെച്ചെന്ന് എനിക്കറിയണം. അച്ഛാ, നമുക്കിപ്പൊ തന്നെ പോയി ചോദിക്കാം എന്ന് ആരും പറയുന്നു. വേണ്ടടാ, അമ്മ എന്താ പറയുന്നേ? ചോദിക്കണ്ടായെന്നോ? ഇപ്പൊ പോണ്ടടാ, അവരിങ്ങോട്ട് വീട്ടിൽ കയറിയിട്ട് പോലുമില്ല. അവര് വരട്ടെ, എന്നിട്ട് എന്താ നടന്നേന്ന് നിങ്ങൾ പോയി ചോദിച്ചാ മതി. അമ്മ ഉള്ളിലോട്ട് വാ. അമ്മ എന്തിനെവിടെ നിൽക്കുന്നേ? എന്റെ ധർമ്മം വരുന്നത് എനിക്കൊന്ന് കാണാലോ. അത് കണ്ടിട്ടേ ഞാൻ ഇനി റൂമിലോട്ടുള്ളൂ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ധർമ്മം വന്ന് ഇറങ്ങുന്നുണ്ട്. സുകന്യയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. ധർമ്മൻ സങ്കടത്തോടു കൂടി ചേച്ചിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ഏട്ടത്തി, ഇവരെ ഉള്ളിലോട്ട് കയറ്റാനായിട്ട് വിളക്കെടുത്തിട്ട് വാ. അങ്ങനെ ധർമ്മനെയും പെൺകുട്ടിയെയും ഉള്ളിലോട്ട് കയറ്റുന്നു. ധർമ്മം വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട് ചേച്ചിയെ തന്നെ. അവരുള്ളിലോട്ട് കയറിയതിനു ശേഷം ബാലൻ പറയുന്നുണ്ട്, ഞാനെന്തായാലും അവരെ വീട്ടിലോട്ടൊന്ന് പോവട്ടെ. ബാലേട്ടാ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എന്താ അമ്മ പറയുന്നേ? ഇപ്പൊ അവര് നമ്മുടെ ആരുമല്ല. ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാൽ എന്താ? ഇതിലെന്താ നടന്നേന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. അച്ഛാ, അച്ഛൻ ഇവിടെ നിൽക്ക്. ഞാനും ആകാശേട്ടനും പോയി ചോദിച്ചോളാം. അച്ഛനായിട്ട് ഇനി അങ്ങോട്ട് വരണ്ട. ഞങ്ങൾ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരാം. ആനന്ദ് പറയുന്നുണ്ട്, എന്നാ ഞാനിവിടെ വരാടാ. വേണ്ടേട്ടാ, ഞങ്ങൾ പൊക്കോളാം. ഏട്ടൻ ഇവിടെ നിൽക്ക്. അവരിപ്പോ ജയിച്ചതല്ലേ, അവര് പല പ്രശ്നത്തിന് നിൽക്കും. അതുകൊണ്ട് ഏട്ടൻ ഇവിടെ തന്നെ വേണം. അങ്ങനെ ആര്യനും ആകാശം ചേർന്ന് പെണ്ണിന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കല്യാണം വേണ്ടാന്ന് വെച്ചതെന്ന് കാര്യങ്ങളെല്ലാം അവര് പറയുന്നു. അതിവിടെ വന്ന് ബാലനോടും ഗോമതിയോടും സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട് കലി തുള്ളിയാണ് ഗോമതി നിൽക്കുന്നത്. ഞാനേ ഇപ്പൊ തന്നെ പോയി ചോദിക്കാം. എന്റെ മോനെ ഇങ്ങനെയൊക്കെ അപരാധം പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാതെ വെക്കാൻ പറ്റില്ലല്ലോ. അവന് ചോദിക്കാനും പറയാനും നമ്മളുണ്ടെന്ന് അവരറിയട്ടെ. ദേ ഗോമതി, എനിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇപ്പത്തെ സാഹചര്യത്തില് നീ അവിടെ പോയി ബഹളം വെക്കണ്ട. അവിടെ ഒരു പെൺകുട്ടി വന്നതാ. അവരുടെ ആദ്യത്തെ ദിവസമാണിത്. അതുകൊണ്ട് നീ ആയിട്ട് ഒരു പ്രശ്നത്തിന് നിൽക്കല്ലേ. എന്തായാലും ഞാൻ ചോദിച്ചോളാം. അതും നല്ല കണക്കിന് തന്നെ എനിക്ക് ചോദിക്കാനും അറിയാം. നീ ആയിട്ട് ഇടപെടണ്ട എന്ന് ഗോമതിയോട് പറയുന്നു. ധർമ്മന്റെ ആദ്യ രാത്രിയായിരിക്കും. ധർമ്മനാണെങ്കില് മുൻപ് കല്യാണം തീരുമാനിച്ച പെൺകുട്ടിയെ ഓർത്തിരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് സുകന്യ കയറി വരുന്നു. സുകന്യ പാല് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ധർമ്മം പകുതി കുടിച്ച് പകുതി കൊടുക്കുന്നു. അല്ല, എന്താ ആലോചിക്കുന്നേ? അത് ഒന്നുമല്ല. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നോട്? ഈ കല്യാണം നടന്നേല് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതാണോ നിങ്ങളിങ്ങനെ ഇരിക്കുന്നേ? ഏയ്, അതൊന്നുമല്ല. എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞതാ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ എനിക്കറിയാം. അല്ല, എന്തു പറ്റി? എന്തോ ഒരു വയ്യായ്മ പോലെ. അത് കല്യാണമൊക്കെ ആയ കാരണം ഞാൻ ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല. നല്ല ഉറക്കക്ഷീണം. ഞാൻ കിടന്നോട്ടെ? എന്ത് ചോദ്യാ? നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്നും പറഞ്ഞ് ധർമ്മം കിടക്കുന്നുണ്ട്.
അങ്ങനെ അന്നത്തെ ദിവസം കഴിയുന്നു. പിറ്റേ ദിവസം ഏട്ടന്മാരെ കൂടെ മില്ലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അച്യുതനും അനന്തനും. അവിടെ എത്തി ഓരോ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഏൽപ്പിക്കുക. അപ്പോഴായിരിക്കും കലിതുള്ളി ബാലൻ അങ്ങോട്ട് ചെല്ലുന്നത്. ധർമ്മൻ ബാലനെ കാണുമ്പോ അളിയ എന്നൊക്കെ വിളിച്ച് സന്തോഷത്തിൽ നിൽക്കുക. എടാ, നീ ഉള്ളിലോട്ട് പോ, എനിക്ക് നിന്റെ ഏട്ടന്മാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു. ഞങ്ങളുടെ മില്ലിൽ വന്നിട്ട് എന്റെ അനിയനോട് ഇവിടുന്ന് പോവാനോ? ധർമ്മ, നിന്നോടാ പറഞ്ഞത് ഉള്ളിലോട്ട് പോവാനായിട്ട്. ധർമ്മൻ അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങക്ക് നാണം ഉണ്ടോടാ സ്വന്തം കൂടപ്പിറപ്പിനോട് ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട്? എന്നോട് ദേഷ്യം ഉണ്ടെങ്കില് അത് നീ എന്നോട് തീർക്കണം. നിങ്ങൾ എന്തൊക്കെയാ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി പറഞ്ഞത്? സ്വന്തം അനിയനെ കുറിച്ചല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ആദ്യം നിങ്ങൾ കല്യാണം മുടക്കിയത് ഞാൻ അങ്ങ് ക്ഷമിച്ചു. പക്ഷെ രണ്ടാമത് കല്യാണം മുടക്കിയതിന്റെ കാരണം കേട്ടപ്പോഴാ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നിയത്. നാണമുണ്ടോ നിങ്ങൾക്ക്? അവനൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് നിങ്ങൾ അങ്ങ് വിധി എഴുതുവാണോ? ധർമ്മന് കുഞ്ഞുണ്ടാവോ ഇല്ലയോ എന്ന് നിങ്ങളാണോ പറയാ? ഇത് ധർമ്മം കേൾക്കുന്നുണ്ട്. ധർമ്മനാകെ ഞെട്ടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിന്റെ ഇടയിലോട്ട് ധർമ്മം കയറി വരുന്നുണ്ട്. മതി, നിർത്ത്. എനിക്കെല്ലാം മനസ്സിലായി. ഇവിടെ എന്താ നടക്കുന്നതെന്നും എല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്നോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നും പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ധർമ്മന്റെ ഭാര്യയെയും കൂട്ടി ഇനി ബാലന്റെ വീട്ടിലോട്ടാണ് വരുന്നത്. ആ തകർപ്പൻ എപ്പിസോഡിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായാല് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.